കൊച്ചി പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്നും കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമെന്ന് അറസ്റ്റിലായ മാതാവിന്റെ മൊഴി. കൊലപാതകത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തിന് നേരിട്ട് പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെൺകുട്ടി പീഡന പരാതി എഴുതി നൽകാത്തതിനാൽ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. പ്രതിയായ മാതാവിനെ ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്തു. ഈ മാസം 18 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഈ പെൺകുട്ടി മാത്രമാണ് ഈ കൊല നടത്തിയത് എന്ന തീർപ്പിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, നിലവിൽ അന്വേഷണ സംഘം നൽകുന്ന സൂചന പ്രകാരം ഈ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ കേസിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിൽ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന ഈ പെൺകുട്ടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അങ്ങനെ അവരെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിനും ലഭ്യമാകുകയുള്ളൂ. നിലവിൽ ഈ പെൺകുട്ടിയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്ന യുവാവിന് കേസിൽ പ്രത്യക്ഷമായ ബന്ധമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാളുമായുള്ള പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് ഈ കൊലപാതകത്തിൽ പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഇയാൾക്കെതിരായിട്ട് പരാതികളൊന്നും ലഭിക്കാത്തതിനാൽ കേസിൽ പ്രതിയാക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ഈ പെൺകുട്ടി ഡിസ്ചാർജ് ആകുന്നതുവരെ കാത്തിരിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമാകും നിലവിൽ ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴിയും ഈ യുവാവിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന മൊഴിയും ഉൾപ്പെടെ വിശകലനം ചെയ്ത് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോലീസിന് കടക്കാൻ സാധിക്കുകയുള്ളൂ. വേണു, ശരി. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.